അജപാലകൻ ഇന്ന് മെയ് മാസം 16 ശനിയാഴ്ച വിശുദ്ധ കുർബാനയിലെ വായന യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്ക് ഉള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങനെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധ ലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങനെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതെന്നാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടെ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ നിന്ന് അവരെ കാത്തു കൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശം യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലവത്തുമാണെന്ന് യാക്കോബ് ശ്ലീഹ 5:16 പഠിപ്പിക്കുന്നുണ്ട്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് സുവിശേഷത്തിൽ വായിച്ചത്. വിശുദ്ധരായവരുടെ പ്രാർത്ഥന ശക്തമാണെങ്കിൽ ദൈവപുത്രനായ യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, വിശുദ്ധരായി പ്രഖ്യാപിച്ച അൽഫോൻസാമ്മ, സെബസ്ത്യാനോസ്, പരിശുദ്ധ മറിയം തുടങ്ങിയ മഹാത്മാക്കളുടെ മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വിശ്വാസത്തിൻ്റെ സ്വാധീനത്തിലാണ് വിശുദ്ധ കുർബാനയ്ക്ക് പണം നൽകുന്നത്. പ്രാർത്ഥനയുടെ പൂർണ്ണത തന്നെയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നതും കുർബാനയ്ക്ക് പണം ഏൽപ്പിക്കുന്നതും ഏറ്റവും പാവനമായി കൃത്യമായിട്ടാണ് നമ്മളെ കാരണവന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം യേശു തന്നെയാണ് കുർബാനയെ കാർമ്മികൻ. വായനയിൽ ഊന്നു നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, യേശു വിശ്വസിക്കുകയും അനുയായിയായി ഇരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. യേശുവിന് അനുയായികൾ തിന്മ നിറഞ്ഞ ലോകത്താണ് ജീവിക്കുന്നത്. യേശുവിന് അനുയായികളിൽ നിന്ന് അനുയായികളിൽ നിന്ന് പിരിയുമ്പോൾ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ നേരിട്ടുള്ള സമ്പർക്കം ഇല്ലാതാകുന്നു. അദൃശ്യതയുടെ അകലം അവരെ പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്കാണ് എത്തിക്കേണ്ടത്. അതുപോലെ തന്നെ യേശുവിൻ്റെ ദൃശ്യപ്രതിസന്ധിയിൽ അനുയായികൾക്ക് ദൈവപിതാവിൻ്റെ പ്രത്യേക ബന്ധത്തിലേക്ക് എത്തിക്കണം. അതുപോലെ യേശു പിതാവിൽ നിന്ന് ആസ്വദിച്ച ദൈവം തൻ്റെ അനുയായികൾക്ക് കൂടി വെളിപ്പെടുവാൻ വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന് ദൈവപിതാവിനുള്ള ഐക്യം തൻ്റെ അനുയായികൾക്ക് ഉണ്ടാകണമെന്നാണ് അതിപ്രധാനമായിട്ടുള്ളൊരു വിഷയം. ദുഷ്ടൻ നിന്ന് തൻ്റെ അനുയായികളെ കാക്കണമെന്നാണ് യേശു യാചിക്കുന്നത്. സത്യം മാത്രം യേശുവിന് അനുയായികളുടെ ജീവിത ലക്ഷ്യമായിരിക്കണം. അസത്യത്തിൻ്റെ കണിക പോലുമില്ലാത്തവരാകണം യേശുവിന് അനുയായികൾ. സത്യമാണ് മുഖമുദ്ര. സത്യത്തിലെ ലോകത്തെ വിശുദ്ധീകരിക്കാനാവും. കളകൾക്കിടയിലെ വിളകൾ പോലെ സൂര്യനെ പോലെ ഈ ലോകത്തെ സൂര്യനെ പോലെ പ്രകാശിക്കാൻ ഉള്ളവരാണ് യേശുവിന് അനുയായികൾ.
ദൈവത്തിൻ്റെ വചനം മാത്രമാണ് സത്യമെന്ന് യേശു പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ.